ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. FC ബാഴ്സലോണ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. ഡാനി ഓൽമോയുടെ കേസ് തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ സമ്മറിലാണ് RB ലീപ്സിഗിൽ നിന്നും വലിയ ഒരു തുക മുടക്കിക്കൊണ്ട് FC ബാഴ്സലോണ ഓൽമോയെ കൊണ്ടുവന്നത്. എന്നാൽ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാൻ ബാഴ്സയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ക്രിസ്റ്റ്യൻസന് പരിക്ക് പറ്റതോടുകൂടി താൽക്കാലികമായിക്കൊണ്ട് ഡാനി ഓൽമോയെ ബാഴ്സലോണ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ കാലാവധി ഡിസംബറോടുകൂടി അവസാനിച്ചിട്ടുണ്ട്. ജനുവരിയിൽ വീണ്ടും അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ബാഴ്സ ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ബാഴ്സലോണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കാര്യങ്ങൾ ഒരൽപ്പം സങ്കീർണമാണ്. നിലവിൽ ഡാനി ഓൽമോ ഫ്രീ ഏജന്റ് ആണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഏത് ക്ലബിലേക്കും പോകാനുള്ള ഒരു അവസരം അവിടെയുണ്ട് എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ ഇപ്പോൾ ഒഴിവായിട്ടുണ്ട്. 2030 വരെ അദ്ദേഹത്തിന് ബാഴ്സയുമായി കോൺട്രാക്റ്റ് ഉണ്ട്. പക്ഷേ ആ രജിസ്ട്രേഷൻ ഇപ്പോൾ ക്യാൻസൽ ആയിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നങ്ങൾ കിടക്കുന്നത്. ഏതായാലും ഓൽമോയെ ഇനി രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബാഴ്സയെ കാത്തിരിക്കുന്നത് ഒരു വലിയ നഷ്ടമാണ്. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഏകദേശം 218 മില്യൺ പൗണ്ടിൻ്റെ നഷ്ടം FC ബാഴ്സലോണക്ക് ഈ കാര്യത്തിൽ സംഭവിച്ചേക്കാം എന്നാണ് അവർ പറയുന്നത്. അവർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഓൽമോക്ക് 2030 വരെയുള്ള ഒരു കോൺട്രാക്റ്റ് അവിടെയുണ്ട്. ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ സാലറി മുഴുവനും അവർ ഓൽമോക്ക് നൽകേണ്ടി വരും. അതായത് 41 മില്യൺ പൗണ്ട് ഓൽമോക്ക് ബാഴ്സലോണ ആകെ നൽകേണ്ടി വരും. അതുപോലെ തന്നെ RB ലീപ്സിഗിന് നൽകേണ്ട തുക 47 മില്യൺ പൗണ്ടാണ്. ഇത് ഈ ഒരു കരാറിൻ്റെ ഭാഗമായി കൊണ്ട് ഉണ്ടായിരുന്ന അഗ്രിമെൻ്റാണ്. ആ 47 മില്യൺ പൗണ്ടും നൽകേണ്ടി വരും. ഇനിയിപ്പോൾ ഓൽമോയുടെ നിലവിലെ മൂല്യം 53 മില്യൺ പൗണ്ടാണ്. അദ്ദേഹം ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് ക്ലബ്ബ് വിട്ട് കഴിഞ്ഞാൽ ഈ തുകയും FC ബാഴ്സലോണക്ക് നഷ്ടമാവുകയാണ് ചെയ്യുക. ഇതിനു പുറമെ VIP ബോക്സ് 87 മില്യൺ പൗണ്ടിന് FC ബാഴ്സലോണ വിറ്റിരുന്നു. ഇക്കാര്യത്തിലും ബാഴ്സക്ക് നഷ്ടങ്ങൾ സംഭവിക്കും എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ആകെ 218 മില്യൺ പൗണ്ടിൻ്റെ ഒരു നഷ്ടമാണ് ബാഴ്സയെ കാത്തിരിക്കുന്നത്. ഇത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം താളം തെറ്റിക്കുന്ന ഒരു കാര്യമായിരിക്കും. എത്രയും പെട്ടെന്ന് ഓൽമോയുടെ കാര്യത്തിലുള്ള ഈ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയാണ് ലാപോർട്ട ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.